ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി നെത്തോലി തോരൻ ഉണ്ടാക്കാം. നെത്തോലി തോരൻ പല വിധത്തിലുണ്ടാക്കാമേ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചു, ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വഴറ്റി, പിന്നെ നമ്മുടെ സവാള കുനുകുന അരിഞ്ഞതിട്ടു, അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വഴറ്റി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കണം. പിന്നെ ഈ നെത്തോലി ഇതുണ്ടല്ലേ, ഇതുപോലെ എടുക്കണം കേട്ടോ. നെത്തോലിയുടെ അകത്തെ മുള്ള് നല്ലതുപോലെ മാറ്റിയതിന് ശേഷം വഴണ്ട് വന്ന സവാളയിലേക്ക് നമ്മുടെ നെത്തോലി ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. വേവട്ടെ. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട, അതിൽ നിന്ന് വെള്ളം ഊറി വന്നോളും. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ ഒരു മുറി തേങ്ങ തിരുകി അതിൽ കുറച്ച് മുളക് പൊടി, ശകലം ജീരകം, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്യാവും. മൊത്തത്തിൽ അരഞ്ഞു പോയാൽ നമുക്ക് ആ തോരത്തിൻ്റെ പരുവം കിട്ടത്തില്ല. ക്രഷ് ചെയ്തെടുക്കണം. 1-2 തവണ ഒന്ന് ക്രഷ് ചെയ്താൽ മതിയായിരിക്കുമേ. അപ്പോൾ നമുക്കത് ഈ പരുവത്തിന് കിട്ടും. ഈ ഒരൊറ്റ പരുവത്തിന് ആക്കിയെടുക്കാവും. കൂടുതൽ അരഞ്ഞു പോകരുത്. നമുക്ക് ഈ മിക്സ് ഈ വെന്ത് വന്ന നെത്തോലിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അതിനകത്തോട്ട് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം ഈ നെത്തോലിയുടെ തോരൻ്റെ അരപ്പ് അതിലോട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. തീ കുറച്ചധികം ഇട്ട് മുട്ടുന്നൊന്ന് കരിഞ്ഞ് വന്ന അധികം ടേസ്റ്റ് ഇടും. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ചിക്കി എടുക്കണം കേട്ടോ.